Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ചെറിയ പീസാക്കിയിട്ടുള്ളതാണ്. അതൊന്നൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ വരെ ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ആ നേരത്തിന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 5 ഗ്രാം ചൈന ഗ്രാസിന് 1/2 ലിറ്റർ പാല് എന്ന അളവിൽ വേണം പാലെടുക്കാനായിട്ട്. ഇനി ഈ പാല് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാല് മാറ്റി വെക്കാം. ഈ 1/2 ലിറ്റർ പാലെടുത്തതിൽ നിന്ന് വേണം 1/2 കപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ പാലോളം മതി മാറ്റി വെക്കണം. ഇനി ബാക്കിയുള്ള പാലൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കാര്യം ചോക്ലേറ്റ് പുഡിംഗ് ആണ്, അപ്പോൾ കുറച്ചുകൂടെ നല്ല മധുരം ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു കയ്പ്പ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യണം. തിളച്ചു പോകരുത്. ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിത് പാലിലേക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഡൈല്യൂട്ടായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്. തിളക്കുന്നതിന് മുമ്പ് വേണം ഈ മിക്സ്ചർ പാലിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കൊക്കോ പൗഡർ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കട്ട കൂടാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് അടി കൂട്ടി ഇളക്കി കൊടുക്കണം. ഈ ഒരു പാകത്തിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പുഡിങ് അടി പിടിക്കും. ഇതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൈന ഗ്രാസ് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനി ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി അതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ആ വെള്ളത്തോടു കൂടി തന്നെ. എന്നിട്ടിത് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ശരിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൈന ഗ്രാസിൻ്റെ പീസസ് ഒന്നും ബാക്കി നിൽക്കാത്ത വിധം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടാൻ ശ്രദ്ധിക്കണം. ഇത് അപ്പോൾ ഞാൻ ചൈന ഗ്രാസിൻ്റെ റെസിപ്പീസ് ഇതിനു മുമ്പും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കാണുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ചൈന ഗ്രാസ് പീസസ് എല്ലാം ഒരുവിധം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലാണെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുകയും ചെയ്യും. നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ കൊക്കോ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കണം. ചൂട് ആറാതിരിക്കണം, ശ്രദ്ധിക്കണം. ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ രണ്ടും ചൂടോടുകൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു സ്ട്രെയിനർ കൊണ്ടൊന്ന് അരിച്ചെടുക്കണം. കാര്യം ചിലപ്പോൾ അതിൻ്റെ കൊക്കോ പൗഡറിൻ്റെയും ചൈന ഗ്രാസിൻ്റെയൊക്കെ ലംസ് ബാക്കി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏത് ബൗളിലാണോ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാര്യം ഇത് ചൈന ഗ്രാസ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ചൂടാറുമ്പോഴേ ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഏത് ഡിഷിലേക്കാണോ നിങ്ങൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനിയൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇതിന് എന്തെങ്കിലും ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇതിന് മുകളിലായിട്ട് വരുന്ന ബബിൾസൊക്കെ സ്പൂൺ കൊണ്ട് തട്ടിക്കൊടുത്താൽ അത് പോയിക്കോളും. ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം.
ഇതൊന്ന് ചൂടാറുന്നവരെ നമുക്ക് മാറ്റി വെക്കാം. ആ നേരത്തിന് ഇതിന് മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീം ഞാനിവിടെ 200 ഗ്രാമിൻ്റെ പാക്കാണ്. അതിൽ 100 ഗ്രാം മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. 100 ഗ്രാം വിപ്പിംഗ് ക്രീം, 100 ഗ്രാം തന്നെ അധികം ആയിരിക്കുള്ളൂ. നമുക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു 50 ഗ്രാം വിപ്പിംഗ് ക്രീം തന്നെ മതിയാവുന്നതാണ്. ഇത് നമുക്കൊരു ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാതെ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് പുഡിങ് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വിപ്പിംഗ് ക്രീമും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നത്. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർ കുറച്ച് നട്ട്സ് വെച്ചിട്ടാണെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിന് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇനി പുഡിങ്ങിന് മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പുഡിങ് നന്നായിട്ട് സെറ്റായതിന് ശേഷം ചൂട് ഒട്ടും ചൂടില്ലാത്ത പാകത്തിന് വേണം വിപ്പിംഗ് ക്രീം മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാവുന്നേ. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർ നട്ട്സ് വെച്ചിട്ടാണെങ്കിലും ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊരു 4-5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.